സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി നടത്താനുള്ള നീക്കം നടന്നെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ആരോപണത്തിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി സഹകരണ വകുപ്പ് മന്ത്രി രംഗത്തെത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് സാമാന്യബോധമില്ലെന്നായിരുന്നു മന്ത്രി വാസവന്റെ പ്രതികരണം. സോഫ്റ്റ്വെയർ നിർമ്മാണം ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ തീരുമാനിക്കുകയും പിന്നീട് ടെൻഡർ 4 ഇരട്ടി തുകയ്ക്ക് ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് നൽകിയെന്നുമാണ് ആരോപണം. ദിനേശിന് മാത്രം പങ്കെടുക്കാവുന്ന രീതിയിൽ ടെൻഡർ വിളിച്ചു. ഈ മേഖലയിൽ ഒരു പരിചയവും ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിനില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള 2 സൊസൈറ്റികൾക്ക് മാത്രം പങ്കെടുക്കാവുന്ന വിധത്തിൽ മാനദണ്ഡം പുതുക്കുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണം. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. ആരോപണത്തിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി സഹകരണ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തി. സാമാന്യബോധം ഇല്ലാഞ്ഞിട്ടില്ല അദ്ദേഹം പറയാറ്. ദിനേശ് ബി.ഡി എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനവും തമ്മിലാക്കി നിർത്താൻ പോകും. TCSനാണ് കൊടുത്തെങ്കിൽ സിംഗിൾ ബിഡാണ് അതിലുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് സിംഗിൾ ബിഡുകാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. സഹകരണ മേഖല പറ്റുമെന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. ഇതുവരെ ഈ കാര്യം നടപ്പായി വരുന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പേ കയറി പുള്ളി ഇതിനു മുമ്പ് അവർ അഡ്വാൻസായി ഉന്നയിച്ചതെല്ലാം കോടതി വഴി ചെന്നിട്ട് എല്ലാം കൂടെ തിരിച്ചോടിച്ച് ഇത് അവസാനം തിരിച്ചടി കിട്ടാനുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 250 സഹകരണ സംഘങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ നൽകാൻ ദിനേശ് ബി.ഡി സഹകരണ സംഘം കോട്ട് ചെയ്തത് 58 കോടിയാണ്. ഭീമമായ സാമ്പത്തിക അഴിമതി പദ്ധതിക്ക് പിന്നിലുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ടെൻഡർ റദ്ദാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.